ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഗോഡൌണിൽ ലൈറ്റ് കിടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും ഓവർ ടൈം ചെയ്യുന്നുണ്ടോ? പോയി നോക്കാം. ഇല്ല, രജിസ്റ്ററിൽ എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയതായിരിക്കും. അല്ല, അനുരാധയെക്കുറിച്ചാണോ ആലോചിക്കുന്നത്? ആലോചിക്കണ്ട. അനുരാധയെക്കുറിച്ച് ആലോചിച്ചാൽ, അവള് വരുമോ എന്ന് ഓർത്ത് പേടിച്ചാൽ, അവള് ഉറപ്പായിട്ടും വരും. അനുരാധ ഓഫ് ചെയ്തതായിരിക്കും. അവളുടെ സ്ഥലം നമ്മൾ കൈയടക്കിയില്ലേ, ആ ദേഷ്യത്തില്. പേടിപ്പിക്കാതെ പ്രിയൻചേട്ടൻ ചുമ്മാ. ഞാൻ ചുമ്മാതിരുന്നാലും അനുരാധ ചുമ്മാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വലിയ ചട്ടമ്പി പാറുമല്ലേ? ചട്ടമ്പികൾ ഇങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? ഇരുട്ടത്ത് പ്രേതമുള്ള സ്ഥലത്ത് അകപ്പെട്ടു പോയാ എത്ര വലിയ ചട്ടമ്പിയാണെങ്കിലും പേടിക്കും. എനിക്ക് ഇരുട്ടത്തിരിക്കാൻ പേടിയാണ് പ്രിയൻചേട്ടാ. നമ്മൾ എന്താ ചെയ്യാ? കഴിഞ്ഞ ദിവസം കറണ്ട് പോയപ്പോ ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞ് മെഴുകുതിരി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ എവിടെയോ ഉണ്ട്. ഞാൻ നോക്കട്ടെ, പാറു നോക്കും. പ്രിയൻചേട്ടാ, മെഴുകുതിരി ഇവിടെ ഉണ്ട്. കിട്ടിയോ? അപ്പോ തീപ്പെട്ടി അവിടെ തന്നെ കാണും. ആ, ഉണ്ട്. ആ, ഇങ്ങനെ ഗോഡൌണ് കുടുങ്ങിപ്പോയത് നന്നായിന്നിപ്പോ തോന്നുന്നു. മെഴുകുതിരി വെട്ടത്തിൽ എന്റെ പാറുവിനെ കാണാൻ എന്തൊരു ഭംഗിയാ. പ്രിയനും പാർവതിയും ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയാണോ? ഇല്ല സാർ. അവര് ഗോഡൌണിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഇല്ല സാർ, വൈകിട്ട് ജോലി സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി. ഉറപ്പാണോ? അവര് വൈകിട്ട് തന്നെ പോയി എന്ന് ഉറപ്പാണോ? അതെ സാർ, രണ്ടുപേരും രജിസ്റ്റർ സൈൻ ചെയ്തിട്ടുണ്ട്. 5:45. സാർ, രണ്ടുപേരും ഇവിടുന്ന് പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. എല്ലാരും പോയോന്ന് കർണാർ സാർ ചോദിച്ചു. പ്രിയനും പാർവതിയും പോയെന്നാ ഞാൻ പറഞ്ഞത്. അവർ ഈ രജിസ്റ്ററിൽ സൈൻ ചെയ്തത് കർണാർ സാറാണ് എനിക്ക് കാണിച്ചു തന്നത്. അവർ പോയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാരും പോയെന്ന് ഉറപ്പുവരുത്തിയിട്ടാ കർണാർ സാർ പോയത്. അതിനുശേഷം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തത്. കർണാർ സാറ് ഇവിടുന്ന് പോകുന്നതിന് തൊട്ടു മുമ്പാ മുക്ത മേഡം ഇവിടുന്ന് പോയത്. മുക്ത, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പാണോ? അറിയില്ല. പക്ഷേ അവരിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നാർക്കും ഓവർ ടൈം കൊടുത്തിട്ടുമില്ല. മറ്റൊരു കാര്യം, 5:45 അവര് രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം 5:45 അവരിവിടുന്ന് പോയി എന്നല്ലേ? പാറു അവളുടെ സൈക്കിളിലല്ലേ വന്നത്? അവളുടെ സൈക്കിൾ ഇവിടെ ഉണ്ടോന്ന് നോക്കി. ഇല്ല, അവളുടെ സൈക്കിൾ ഇവിടെ ഇല്ല. അവള് പോയില്ലെങ്കിൽ അവളുടെ സൈക്കിൾ ഇവിടെ കാണണ്ടല്ലേ? മുക്ത, പ്രിയനെ കരുണാകരൻ എന്തോ അർജന്റ് ജോലി കൊടുത്തുന്ന മോഹൻ പറഞ്ഞത്. എന്നിട്ട് കരുണാകരൻ പോകുന്നതിന് മുമ്പ് പ്രിയൻ ഇവിടുന്ന് പോയോ? അറിയില്ല. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പാറുവിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. പാറു പ്രിയനെയും വിളിച്ചിരുന്നു. കരുണാകരൻ സാറിനോട് പെർമിഷൻ വാങ്ങി രണ്ടുപേരും. ഫുഡ് കഴിക്കാൻ പോയോന്ന് എനിക്കറിയില്ല. ഇല്ല, അവരുടെ കൂടെ ഞാനും പോകേണ്ടതാ. പാറുവിനെ കാണാത്തതുകൊണ്ട്
അവളുടെ ഫ്രണ്ട്സ് അവളെ ഫോണിൽ വിളിച്ചപ്പോ പാറു എടുത്തില്ല. നിരന്തരം വിളിച്ചു നോക്കിയിട്ടും അവള് ഫോൺ എടുക്കാതിരുന്നപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവരിവിടെ ഇല്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുമില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എങ്ങനെ അവരെ കണ്ടുപിടിക്കാ? കരുണാകരൻ സാർ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ പ്രിയൻ 5:45 രജിസ്റ്ററിൽ സൈൻ ചെയ്യില്ലല്ലോ. പാറുവിന്റെ സൈക്കിളും പ്രിയന്റെ ബൈക്കും ഇവിടെ ഇല്ല. 5:45 രണ്ടുപേരും ഇവിടുന്ന് പോയിന്ന് തന്നെയായി എനിക്ക് തോന്നുന്നത്. നീ എവിടേക്ക് ഓടി നടന്ന് അന്വേഷിച്ചാലും നിനക്കവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിനക്കവരെ കാണണമെങ്കിൽ ഞാൻ മനസ്സ് വെക്കണം. കൈലാഷ്, പാർവതിയെ കുറിച്ചോർത്ത് നിന്റെ ചങ്ക് പെടയുന്നുണ്ടല്ലേ? പിടയ്ക്കണം. തീ പിടിച്ച പോലെ രാത്രി മുഴുവൻ നീ അവളെ തേടി അലയണം. ഒടുവിൽ പ്രിയന്റെ കൂടെ നീ അവളെ കാണുമ്പോ നിന്റെ ആദി അവളോടുള്ള ദേഷ്യമായി മാറും, പ്രിയനോടുള്ള പകയായി മാറും. ഈ രാത്രി തന്നെ രണ്ടുപേരെയും നീ ഈ കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കും. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങണോ? ഇവിടെ എവിടെയോ ഉറങ്ങാ. ഇതുപോലുള്ള സ്ഥലത്ത് എനിക്ക് ഉറക്കം വരില്ല. ഉറക്കം വരില്ലേ? ഇതേ ഗോഡൌണില് നീ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാനോ? ഈ ഗോഡൌണിൽ ഉറങ്ങിന്നോ? എപ്പോ? നീ ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് നീ ഈ ഗോഡൌണില് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്ന് ഞാനൊരു സൂത്രപ്പണി ചെയ്തുകൊണ്ടാ കരുനാഗത്തിന്റെ കണ്ണിപ്പെടാതെ നീ രക്ഷപ്പെട്ടത്. ഇപ്പൊ ഓർമ്മ വന്നോ? അന്ന് ഞാൻ ജോലി ചെയ്ത് വല്ലാതെ തളർന്നിരുന്നു. ആ തളർച്ചയിൽ അറിയാണ്ട് ഉറങ്ങിപ്പോയതാ. അന്ന് നീ ഉറങ്ങിയത് തെറ്റായി പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ടല്ല നീ ഗോഡൌണിൽ ഉറങ്ങുന്നത് എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓ, ഇവിടെ കിടന്നു. ഞാൻ പിന്നെ കിടന്നോളാം. ഉറക്കം തൂങ്ങുന്നത് കണ്ടല്ലോ. അത് കുഴപ്പമില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ കിടന്നോളാം. ആ, നിന്റെ ഇഷ്ടം. നീ